Behanood's presents 100 Days of Love, Arjun's Fans Festival, supported by Neetu's Academy, the best IELTS and OET institute in India. അർജുന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ ഹർഷ ലൈവായിട്ട് വരയ്ക്കാൻ പോവാ. ഐസ് എങ്ങനെ വേണം? എക്സ്പ്രസീവ് ആയിരിക്കണം, ഡിസ്നി ഐസ് ഒക്കെ പോലത്തെ. നോസ് എങ്ങനെ വേണം? എന്റെ മൂക്ക് പോലെ. ലിപ്പ് എങ്ങനെ വേണം? ലോവർ ലിപ്സും അപ്പർ ലിപ്സും സെയിം. തുറന്ന് കണ്ടോളൂ വധുവിനെ. This is the first time, honey, we're getting together. Oh, baby, I feel so good. ആക്ച്വലി മോഡൽ ഇൻഡസ്ട്രി, ഫാഷൻ ഇൻഡസ്ട്രിയിൽ അർജുൻ ഭയങ്കര ലീഡിങ് നെയിമാണ്. We saw the stars and the moon together. ഇപ്പൊ എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പൊ തന്നെ ഉള്ള മെയിൽ മോഡൽസിൽ ഏറ്റവും ടോളസ്റ്റ് ലീഡിങ്ങിൽ നിൽക്കുന്നത് അർജുനാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഹൈറ്റിൽ അർജുനുണ്ട്. വികാസ് ചേട്ടാ, അർജുൻ നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ. എന്ത് പൊന്നുംകുടത്തിന് പൊട്ടാണ് രണ്ടുപേർക്ക്. ഇപ്പൊ ഈ പറയുന്ന ഫീച്ചേഴ്സിലുള്ള പെൺകുട്ടികളെ ഈ അടുത്ത് എങ്ങനെ കണ്ടിരുന്നോ? ചാട്ടം കൊണ്ടെങ്കിൽ അർജുൻ ഫസ്റ്റ് ഇന്റർവ്യൂ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഈ ഫസ്റ്റ് ഇന്റർവ്യൂ കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരാള് ഈ കൂട്ടത്തിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമുക്ക് ഹർഷ പാത്തുവിനെ ഇൻവൈറ്റ് ചെയ്യാം. ഹർഷ പാത്തു. ഹർഷ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ട്രെയിനിലും ബസ്സിലൊക്കെ പോയി അവിടെയുള്ളവരെ വരയ്ക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പൊ ഹർഷ ഇത്രയും നേരം ഇവിടെ എന്താ ചെയ്തോണ്ടിരുന്നേന്ന് അർജുൻ ഒന്ന് കാണിച്ചു കൊടുക്കാവോ? ഇങ്ങോട്ട് അർജുന് മാത്രല്ല എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓ നൈസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹർഷ. So nice. Super. ഓക്കെ, ഹർഷ ഇപ്പൊ ലൈവായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. എന്താ ഹർഷ ചെയ്യാൻ പോകുന്നത്? എന്നാ ഞാൻ തന്നെ പറയട്ടെ. ഹർഷ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അർജുന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ ഹർഷ ലൈവായിട്ട് വരയ്ക്കാൻ പോവാ. നമുക്ക് നോക്കാലോ എങ്ങനെയാണെന്ന്. പക്ഷെ അർജുൻ ക്ലിയർ ആയിട്ട് പറയണം അർജുന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്, കണ്ണെങ്ങനെ വേണം, മൂക്ക് എങ്ങനെ വേണം, ചുണ്ട് എങ്ങനെ വേണം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണം. പക്ഷെ ഞങ്ങൾ കണ്ണ് കെട്ടു. ഓക്കെ, ബ്ലൈൻഡ് ഫോൾസ് പ്ലീസ്. അപ്പൊ പ്രോപ്പർട്ടി എല്ലാം സെറ്റ് ആണ്. ഹർഷ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ മൈക്ക് എടുത്തോളൂ. എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പ ചോദിച്ച് ക്ലിയർ ചെയ്തോളൂ. അർജുൻ റെഡി അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? ക്ലാപ്പ് പ്ലീസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഐസ് എങ്ങനെ വേണം? എക്സ്പ്രസീവ് ആയിരിക്കണം, ഡിസ്നി ഐസ് ഒക്കെ പോലത്തെ. ടാസ്ക് ആണല്ലോ, വൻ ഡിമാൻഡ് അല്ലേ? അർജുൻ, ഈ കണ്ണിന്റെ കാര്യം പറയാൻ കാരണം ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ കണ്ണുള്ള പെൺകുട്ടികളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്ക് ഓരോരുത്തരെ കാണുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ യൂണിക്നെസ് ഉണ്ടല്ലോ. എന്റെ കണ്ണ് എങ്ങനെയാ അർജുൻ? അല്ല വേണ്ട. ഓക്കേ, അല്ല കണ്ണ് കൃഷ്ണമണി ഇല്ലേ? ഓ അത് ലാസ്റ്റാ. നോസ് എങ്ങനെ വേണം? നോസ് പോലെ. മൂക്ക് എന്റെ മൂക്ക് പോലെ. അർജുന്റെ മൂക്ക് എങ്ങനെയാ? അർജുന്റെ മൂക്കിനെ എങ്ങനെയാ വിലയിരുത്തുന്നത്? എനിക്ക് മൂക്കിനെ പറ്റി ഫീച്ചേഴ്സ് വരെ അറിയില്ല. ഷാർപ്പായിരിക്കണം മൂക്ക്, ഷാർപ്പായിരിക്കണം, നീളമുള്ളതായിരിക്കണം. ഐ മീൻ ഒത്തിരി നീളമല്ല, വുമൻസിലെ ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ. ഹർഷ ഈ ഒരു പിക്ചർ ഫുള്ളായിട്ട് വരച്ചതിന് ശേഷം ഇതുപോലത്തെ പെൺകുട്ടിയെ കിട്ടിയെന്ന് വെച്ചാൽ കല്യാണം കഴിക്കും അർജുൻ? നമ്മളിപ്പോ ഈ നമ്മുടെ ചോദ്യം അതായിരുന്നു. അതായത് കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള കുട്ടിയുടെ ഫീച്ചർ അതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ പുറമേയുള്ള ഭംഗി കണ്ടിട്ടല്ലോ കല്യാണം കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. അകത്തെ മാറ്റേഴ്സ് ആണല്ലോ. അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു കുട്ടിയെ കണ്ടുന്ന് വെച്ചാല് നമുക്ക് ഉറപ്പായിട്ട് ഇൻഫാക്ച്വേഷൻ ക്രഷ് ഒക്കെ തോന്നും. പിന്നെ നമ്മൾ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ആ ഒരു ആളുടെ ക്യാരക്ടർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മാറ്റേഴ്സ്. ആക്ച്വലി ഇതിനി മാറ്റി പറയരുത് കേട്ടോ. കാരണം ഈ ഫോട്ടോയിൽ വരച്ച കുട്ടിയെ കണ്ടിട്ട് പിന്നെ ഇഷ്ടമായില്ല എന്ന് പറയരുത്. എങ്ങനെ വേണം? നാച്ചുറൽ, വലിയ ത്രെഡൊന്നും ഓവർ ത്രെഡൊന്നും ചെയ്യാത്ത നാച്ചുറൽ. അർജുൻ, ഇതുപോലത്തെ ഫീച്ചേഴ്സ് ഉള്ള കുറെ പേരെ കണ്ണൊക്കെ ഇതുപോലെ കുറച്ച് കാർട്ടൂൺ ടൈപ്പ് ആയിട്ടുള്ള കണ്ണൊക്കെയാണ്, അങ്ങനെയല്ല പറഞ്ഞ അങ്ങനെയുള്ള കുട്ടികളെ കുറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന ഫീച്ചേഴ്സിലുള്ള പെൺകുട്ടികളെ ഈ അടുത്ത് എങ്ങനെ കണ്ടിരുന്നോ?
നിന്റെ ചാട്ടം കൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ ഞാൻ അതല്ല അർജുന, എന്റെ പൊന്നെ അർജുനെ അതല്ല ഞാൻ ചോദിച്ചത്. അതായത് ഈ അടുത്തെന്ന് വെച്ചാൽ ഒരു 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 10-100 ദിവസം ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു എയർ ഹോസ്റ്റസിനെ കണ്ടായിരുന്നു. ഓ സേഫ് അല്ലേ? അർജുൻ പൊട്ട് വേണോ? ആ പൊട്ട് കുഞ്ഞത് വേണോ വലുത് വേണോ? ചെറുത് മതി. ഇപ്പൊ എങ്ങനെ വേണം? ലിപ്പോ ഇല്ല, ലോവർ ചോദ്യമാണല്ലോ. ലിപ്സ്, ലോവർ ലിപ്സും അപ്പർ ലിപ്സും കൈൻഡ് ഓഫ് സെയിം. അർജുൻ ഇതിന് മുന്നേ ഇങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല ഐ മീൻ എങ്ങനെ? അതല്ല, അതായത് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു പെൺകുട്ടിയുടെ ഫീച്ചർ ഇങ്ങനെയൊക്കെ വേണമെന്ന് മുന്നേ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഈ സിനിമയെ കാണുമ്പോൾ എനിക്ക് ഐ മീൻ ഓരോ ക്യാരക്ടേഴ്സ് കാണുമ്പോഴത്തേനും ഈ എന്നാ പറയാ, ചിലപ്പം ചില സിനിമയിലെ ഹീറോയിൻസിന്റെ ക്യാരക്ടേഴ്സ് കാണുമ്പോഴത്തേക്കിനും ഇഷ്ടം ഹോംലി ലുക്ക് ഒക്കെ കാണും. കൊള്ളാം അല്ലേ? ഫേസ് റൗണ്ട് ആയിട്ട് വേണോ ചബ്ബി ആയിട്ട് വേണോ? സൂപ്പർ മാർക്കറ്റ് പോലെ എന്ത് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അതെ 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 ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. കുറച്ച് ഗേളിഷ് അല്ലെങ്കിൽ സാമന്തനൊക്കെ പറയും. ഞങ്ങൾക്ക് ചെറിയ ഡിമാൻഡ്സ് ഒക്കെ ഉള്ളു. സാമന്തയൊക്കെ പോലെയൊക്കെ മതിയെന്ന് ആഗ്രഹിക്കാലോ. ആഗ്രഹിക്കണേന് തെറ്റില്ലല്ലോ. ഹെയർ എങ്ങനെ വേണം? നോർമൽ, ആർട്ടിഫിഷ്യൽ അല്ലാത്ത, സ്ട്രൈറ്റനിങ് അല്ലാത്ത, മീൻ നോർമൽ, നോർമൽ. ടൂ മച്ച് കേളിയും വേണ്ട, മീൻ നോർമൽ, നോർമൽ എല്ലാം നോർമൽ ആണ്. എന്താ പറയാ, സ്ട്രൈറ്റ് ഇങ്ങനെ വലിച്ചു നീട്ടാത്ത പോലത്തെ നല്ല കേളി ആയിരിക്കും. ബേബി ആണോ? വേവി. ഇത് ആക്ച്വലി ചോദിക്കുന്നത് പടം വരയ്ക്കാൻ മാത്രമൊന്നും അല്ല, ഇതുപോലത്തെ കുട്ടികൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാനും കൂടിയിട്ടാ. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലോട്ടറി അടിച്ചു മക്കളെ. ചെവിയൊക്കെ എങ്ങനെയാ വേണ്ടേ? നോർമൽ ചെവിയിൽ ജുംക്ക കേട്ടാ നല്ലതായിരിക്കും. ജുംക്ക് വേണോ അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാമേ. അർജുൻ ആർട്ടിസ്റ്റുകളൊക്കെ ഇഷ്ടാണോ? ലൈക് കലാകാരന്മാര് വരയ്ക്കോ? അർജുൻ വരയ്ക്കോ? അറ്റ്ലീസ്റ്റ് ഒരു മരം വീട്, ക്ലൗഡ്സ്, പുല്ല്, അതൊക്കെ വരയ്ക്കും അല്ലേ? അതില് പ്രോ ആണോ? മറ്റേ ആറും കൊണ്ട് പൂച്ച വരയ്ക്കും, ഇങ്ങനെ ആറ് വെച്ചിട്ട് അതൊക്കെ ചെയ്യുമല്ലേ? വേറെ ലെവൽ. അർജുൻ ഈ ഫോട്ടോ കാണുമ്പോഴേ ഭയങ്കര ശാലീനത തോന്നുന്ന ഒരു ലുക്കാണേ. അതാണോ ഇഷ്ടം, അതോ മോഡേൺ ലുക്കാണോ? എനിക്ക് അങ്ങനെ രണ്ടും പോവും. എല്ലാം പോണം. ഓരോ ഇതനുസരിച്ച് ഡ്രസ്സിങ് ചെയ്യാലോ. ഡ്രസ്സിങ് മാറുമ്പോ മാറിക്കോളൂ അല്ലേ? കുഴപ്പമൊന്നുമില്ല. പൂ വേണോ അർജുൻ? എവിടെ? മുല്ലപ്പൂ മുടിയില് ചേച്ചി വരച്ച് കാണുന്നുണ്ടോ? ഇതുപോലത്തെ ഒരു നാത്തോനെ വേണം കണ്ടെത്തി അന്വേഷിക്കാൻ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അർജുൻ മാട്രിമോണിയിലൊക്കെ ഉണ്ടോ? പരസ്യല്ല, മാട്രിമോണിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എക്സ്പെക്ടേഷൻ കൊടുക്കാം. അർജുൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇങ്ങനെയാ. സാരി വേണോ? സാരി ആണല്ലോ. കുട്ടി എവിടെ പോയതാ? അമ്പലത്തിൽ പോയതാ? ജുമിക്കുണ്ട്, സാരി ഉണ്ട്, പൊട്ടുണ്ട്, ബ്രൈഡ്സ് ഉണ്ട്. അർജുൻ ഇങ്ങനെ നോക്കിട്ട് നിക്ക കുട്ടി. അർജുൻ ഉറങ്ങാണോ? അർജുൻ ഇതൊരു ഫിലിം ആക്ട്രസിനെ പോലെ തന്നെ ഉണ്ട്. അർജുൻ റെഡിയാണോ? കണ്ണ് തുറക്കാനായിട്ട് കഴിഞ്ഞോ? പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ അർജുൻ പറഞ്ഞ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് റെഡിയാണോ ഭാവി വധുവിനെ കാണാൻ? ഓക്കെ, അപ്പോ അർജുൻ തുറന്ന് കണ്ടോളൂ വധുവിനെ. നാണം വേണേ. കണ്ണുറക്കാൻ പറ്റുന്നില്ലെന്ന്. അയ്യോ നേരെ നോക്കൂ. യെസ്, കണ്ടോ? അർജുന്റെ വധുവിനെ കണ്ടേ? കൊള്ളാലേ? ഹർഷ ആരെയും നിമിഷ സമയം കൊണ്ട് പടം വരയ്ക്കുന്ന ഒരാളാണ്. ഹർഷ ഇതൊരു ടാലന്റ് ആണ്. അടിപൊളി. അപ്പൊ ഇങ്ങനെയുള്ള ആരെങ്കിലും അർജുൻ അപ്രോച്ച് ചെയ്യാട്ടോ. അർജുൻ കല്യാണം കഴിക്കും ഉറപ്പാ. അല്ല അർജുൻ? അതോ ആൾക്കാർ എന്നെ വന്ന് തല്ലോ? എല്ലാരും ഒരു കൈയടി കൊടുത്തേ ഹർഷയ്ക്ക്. ഞങ്ങളെ ഹർഷ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗേളിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹർഷയ്ക്ക് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. ഹർഷ ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോ അർജുനെ ഇത്ര സുന്ദരനാക്കിയ ഒരു വ്യക്തി ഉണ്ട് ഇവിടെ. വികാസ് ഏട്ടാ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. വായോ. വികാസ് ഏട്ടനാണ്. വികാസ് ഏട്ടൻ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയാം. വികാസ് ഏട്ടനാണ് നമ്മുടെ അർജുനെ ഇത്ര സുന്ദരനും സുമുഖനും ആക്കിയിരിക്കുന്നത്. ഓൾറെഡി സുന്ദരനാണ്,
അതെ 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 വികാസ് ചേട്ടാ ഹായ്, എന്തുണ്ട് വിശേഷം? സുഖം. മോളുടെ വിശേഷം? സുഖം നമ്മള് ചേട്ടാ, കുറേ set ആണ്. നാളിന് ശേഷം കാണുകയാണ് അതെ അല്ലേ? സത്യം. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോഴല്ല കാണുന്നത്, നിങ്ങൾക്ക് ഇതിനു മുന്നും പരിചയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അർജുനുമായിട്ടുള്ള ആ ഒരു റിലേഷൻ? അർജുൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബിക്കോസ് ഓഫ് കോഴ്സ് എല്ലാ മോഡൽസും കേരളത്തിലെ ഒരു ലീഡിങ്, നേരത്തെ റനീഷ പറഞ്ഞല്ലോ മോഡലിങ്ങിന് അത്ര അറിയത്തില്ലായിരുന്നു. ആക്ച്വലി മോഡൽ ഇൻഡസ്ട്രി, ഫാഷൻ ഇൻഡസ്ട്രിയിൽ അർജുൻ ഭയങ്കര ലീഡിങ് നെയിമാണ്. അതെ അതെ ഓഫ് കോഴ്സ്. അപ്പൊ നമ്മൾ തന്നെ പല ഷോസിലും അർജുൻ ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും നല്ല ഷോസിലൊക്കെ വരും. ഇപ്പം ഞാനിപ്പോ എല്ലാ ഫാഷൻ ഇൻഡസ്ട്രിയിലും എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ തന്നെയാണ് എനിക്ക് അർജുനുമായിട്ടുള്ള ഏറ്റവും നല്ല കോൺടാക്ട്. ഇപ്പൊ പല ഷൂട്ട്സിന്റെ സമയത്തിനും അർജുന്റെ ഫോട്ടോസ് നമുക്ക് വരും. ഇതാണ് മോഡൽ, ആരാ മോഡൽ എന്ന് പറയുമ്പോൾ അർജുന്റെ ലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് അർജുനായിട്ടൊരു കോൺടാക്ട്. പിന്നെ എന്റെ സലൂണിലായിരുന്നു അർജുൻ ഏറ്റവും കൂടുതൽ വന്നിരുന്നതും. പോകുന്നതിന് മുമ്പും അർജുൻ അവിടെ വന്നിരുന്നു. അപ്പൊ വികാസ് ചേട്ടൻ അറിയായിരുന്നു ബിഗ് ബോസിൽ പോവാന്ന്? അത് അറിയില്ല. ഇല്ലില്ല, സത്യം പറഞ്ഞ അറിയില്ല. അപ്പം ഇത്തവണത്തെ ബിഗ് ബോസിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇത്തവണ ബിഗ് ബോസിൽ പോയിരുന്നതിൽ പലരും നമ്മൾക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അല്ല വികാസ് ചേട്ടൻ എല്ലാവർക്കും അറിയാം. താങ്ക് യു രനീഷ്. അപ്പം അർജുന് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു റീസെന്റ് അർജുൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഷൂട്ട് പ്ലാൻ ചെയ്തു. ആക്ച്വലി എനിക്കൊരു കാസർഗോഡ് നിന്നാണ് ഷൂട്ട് വന്നിരുന്നത്. അപ്പം ഞാൻ എൻ്റെ അടുത്താണ് ആർട്ടിസ്റ്റുകളെ ചോദിച്ചത്, മോഡൽസിനെ ചോദിച്ചത്. അപ്പം ഞാൻ കുറേ പേരുടെ ലിസ്റ്റ് അയച്ചതിൽ ഞാൻ സെലക്ട് ചെയ്ത് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അർജുൻ അയച്ചു. അപ്പം തന്നെ അവർ തിരിച്ചു സെലക്ടഡ്. ഷൂട്ട് എന്നാന്ന് പറയട്ടെ, ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം. അർജുന്റെ ഫീച്ചേഴ്സ് ആൻഡ് സ്കിന്നിനെ കുറിച്ച് പറയാം. അർജുന്റെ ഫീച്ചേഴ്സിനെയും സ്കിന്നിനെയും കുറിച്ച് പറയണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പറയണം, അവരെ കൊണ്ട് പറയിപ്പിക്കണം അല്ലേ? ഓഫ് കോഴ്സ്. ഞാനിപ്പം നമ്മൾ പറയല്ലേ, ഇപ്പം ഞാൻ നോർമലി എനിക്ക് അർജുൻ എൻ്റെ സലൂണിൽ വന്നിട്ട് നമ്മുടെ സലൂണിന്റെ ഷൂട്ടിൽ പോലും അർജുൻ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം അവന്റെ ചിരിയും അവന്റെ സ്കിന്നും അതെനിക്ക് തന്നെ അവന്റെ ഹെയറും ഒക്കെയാണ്. പിന്നെ ഹൈറ്റ് അത് ഞാനൊന്നും പറയുന്നില്ല. ബട്ട് പിന്നെ ഞാനൊന്നും പറയണ്ട, അത്രയ്ക്കും ഇപ്പൊ എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പൊ തന്നെ ഉള്ള മെയിൽ മോഡൽസിൽ ഏറ്റവും ടോളസ്റ്റ് ഒരാള്, കുറച്ചു പേരുണ്ട്, അതിൽ ഏറ്റവും ടോളസ്റ്റിൽ ലീഡിങ്ങിൽ നിൽക്കുന്നത് അർജുനാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഹൈറ്റിൽ അർജുനുണ്ട്. മാത്രമല്ല ഫോട്ടോസ് എടുക്കുന്ന സമയത്തിന് അർജുന്റെ ആറ്റിറ്റ്യൂഡ് ഈസ് ടു മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മളിപ്പോ കാണുന്ന ഈ ഒരു ക്യൂട്ട് ഫേസ് അല്ലല്ലോ, ഇപ്പൊ ഫോട്ടോസിൽ എടുക്കുമ്പോഴത്തേക്ക് ആറ്റിറ്റ്യൂഡ്, ഷാർപ്പ് ഫേസ്, അതൊക്കെ ഒരു ഫോട്ടോഗ്രാഫറിന് വേണ്ടതൊക്കെ ഹി വിൽ ഡെലിവർ ഓൺ ദ സ്പോട്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ആസ് എ ഒരു മോഡൽ എന്നുള്ള രീതിയിൽ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ ബിഗ് ബോസ്, ഇപ്പം എനിക്ക് അർജുനെ അറിയാം പേഴ്സണലി. നമ്മുടെ സലൂണിലൊക്കെ വരുമ്പോഴൊക്കെ ഭയങ്കര, ഞാൻ മുമ്പേ പറയാം, ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള കുട്ടിയാണ്. ആൾക്കാരെ ഇപ്പം നമ്മൾ ഇപ്പം ഒരിക്കലും അർജുൻ ബിഗ് ബോസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അർജുൻ അവിടെ വേറൊരാളായിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ അടുത്ത് വന്ന് സലൂണിലൊക്കെ വന്നിട്ടായാലും നമ്മൾ അതേപോലെ ഭയങ്കര ജെനുവിൻ ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. നമ്മുടെ സലൂണിലൊക്കെ വന്നിട്ടായാലും ഷോസിന് ഷൂട്ടിന് പോകുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ തന്നെയാ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ പറയാം, ഈ കുട്ടി ഇങ്ങനെ തന്നെ, ഈ കുട്ടി ഇങ്ങനെ തന്നെ. അതുകൊണ്ടാണ് അവൻ ഇന്ന് ഈ ലാസ്റ്റ് ദിവസം എത്തിയതും മോഹൻലാലിന്റെ കൈ പിടിച്ച് നിൽക്കാൻ. അതിന് വേറൊരു കാര്യം ഉണ്ടല്ലോ, മോഹൻലാലിന്റെ, ഞാൻ പറഞ്ഞോട്ടെ ഒരു കാര്യം. കഴിഞ്ഞ സീസണിലും ഈ സീസണിലും മോഹൻലാലിന്റെ കൈ പിടിച്ച് രണ്ടുപേരാണ് അതിവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഇനി മോള് പറഞ്ഞു. അതായത് അർജുൻ, അയ്യോ എന്റെ മറന്നല്ലോ ഒരു ഹൈഫൈ കൊടുത്തപ്പോഴത്തേക്ക്. ഞാൻ പറയാം, അതായത് അർജുൻ മോഡൽ എന്നുള്ള വ്യക്തിയിൽ നിന്നും ഇനി ഒരു ആക്ടർ ആവാൻ പോവാണ്. അത് അറിഞ്ഞായിരുന്നോ? പിന്നെ എന്ത് തോന്നി വികാസ് ചേട്ടന്? എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുക, ഇപ്പം ബിഗ് ബോസിൽ വരിക, ബിഗ് ബോസ് കഴിയുമ്പോൾ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഹാങ് ഓവർ മാറും. പക്ഷെ ഒരു ആക്ടർ ആവുക എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളോളം നമുക്ക് ഉണ്ടാവും. നമ്മൾ എപ്പോഴായാലും ഒരു മൂവിയിൽ അഭിനയിക്കുക, ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ ഫോർ എവ്രിബഡി. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ബിഗ് ബോസിന് ശേഷം കിട്ടുക, അതിനകത്ത് ഒരുപാട് എഫേർട്സ് ഉണ്ടാവും. മേ ബി യുവർ ക്യാരക്ടർ ഈസ് ദയർ, പിന്നെ യുവർ പേഴ്സണാലിറ്റി ഈസ് ദയർ, യുവർ പെർഫോമൻസ് ഈസ് ദയർ. അപ്പൊ അതും അത്രയും വലിയ ആൾക്കാരുടെ മൂവിയിലൊക്കെ അഭിനയിക്കാം. വേറെ ലെവൽ. താങ്ക് യു സോ മച്ച്.
ഓൾ ദ ബെസ്റ്റ് അർജുൻ. ഞാൻ അപ്പോഴും ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് എന്നെ തന്നെ വിളിക്കണം അല്ലേ റനീഷ? വികാസ് ചേട്ടൻ ആക്ച്വലി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമല്ല, എന്നെ ഗൈഡ് ചെയ്ത് കുറെ ഗൈഡ്. വികാസ് ചേട്ടനാണ്, സന്തോഷ് ചേട്ടനാണെങ്കിലും എന്നെ കുറെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ പോകുന്ന ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല സന്തോഷ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സന്തോഷ് പ്ലീസ്. സന്തോഷും അർജുനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്. അർജുന്റെ എനിക്കൊന്ന് എന്റെ പാർട്ട്ണറും കൂടെയാണ്. ബട്ട് സന്തോഷാണ് അർജുനെ കുറേ സ്കിൻ കെയറിന്. സന്തോഷേട്ടാ എന്ത് തോന്നി? നല്ല പ്രൗഡ് തോന്നി, പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ചിങ്കിപ്പിള്ളേരാണ് ഞങ്ങളുടെ സ്റ്റാഫുകൾ, അവരും ബിഗ് ബോസ് കാണാൻ തുടങ്ങി. വോട്ടും ചെയ്തു. ഗേൾസ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. വികാസ് ചേട്ടാ, അർജുൻ നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓൾറെഡി എന്ത് പൊന്നുംകുടത്തിന് പൊട്ടാണ് രണ്ടുപേർക്കും. അപ്പൊ എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പരിപാടി? വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്ലാൻ? ആക്ച്വലി ബിഗ് ബോസിനകത്ത് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്നുള്ള ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ മാനാണ് മിഷൻ എപ്പോഴും പറയും. അപ്പൊ എന്റെ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തു ബിഗ് ബോസ്. അത് കുറച്ച് വർഷം മെനക്കെട്ടിട്ടാണ് അടുത്തത്. അപ്പൊ അടുത്തത് ഇതിൽ നിന്ന് കിട്ടുന്നതിൽ ആക്ടിങ് തന്നെയാണ് എനിക്കും താല്പര്യം. എനിക്കൊരു നോർമൽ ലൈഫ് അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സൺ ആവാൻ താല്പര്യമില്ല. ഞാൻ സെലിബ്രിറ്റി അല്ല, ലൈക്ക് എനിക്ക് ലൈഫ് കുറെ എക്സ്പ്ലോർ ചെയ്യണം. ലൈക്ക് ഇത് വി ഓൺലി ലിവ് വൺസ് എന്നല്ലേ, ഒരു ജീവിതമേ ഉള്ളൂ. അതിങ്ങനെ ഒരു ഒതുങ്ങിക്കൂടി ആരും അങ്ങനെ എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പൊ ദൈവം ഇത്രയും സൃഷ്ടിച്ചത് നമുക്ക് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാനല്ലോ, നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. അതോ ഇപ്പൊ കലാപരമായാലും കായികപരമായാലും കുറെ കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞു. എനിക്ക് ഓഫ് കോഴ്സ് ആക്ടിങ്, എനിക്ക് എന്നെ സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മമ്മി എപ്പോഴും പറയും എന്റെ മകനെ എപ്പോഴും സ്ക്രീനിൽ കാണണം എന്ന്. അപ്പം ഞാൻ ഒന്നും കണ്ടില്ല, സ്ക്രീൻ ഇൻ ദ സെൻസ് ബിഗ് സ്ക്രീൻ. അപ്പൊ ഞാൻ എപ്പിസോഡ് ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഇതിന്റെ ഡാൻസ് കളിക്കുന്നത് കാണണം. കുറെ മൊമെന്റ്സ് ഉണ്ട്, എനിക്കത് കാണണം. ഞാൻ ഇത് ഡാൻസ് ഒന്നും ഇങ്ങനെ കളിച്ചില്ല, അപ്പൊ അതെങ്ങനെയുണ്ടെന്ന് എനിക്ക് കാണണം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രം കാണാൻ താല്പര്യം. അല്ലാതെ എനിക്ക് ഫുൾ കാണില്ലായിരിക്കും. കാണാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? കാണാൻ ആഗ്രഹമില്ലാത്ത ഓഫ് കോഴ്സ് എനിക്ക് എവിക്ഷൻ, എനിക്ക് എല്ലാവരോടും കണക്റ്റഡ് ആവും പെട്ടെന്ന്. എനിക്ക് സിജോ പോയതാണ്, സിജോ പോയ ശ്രീതു പോയാണെങ്കിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോരുത്തരും അപ്സര പോയതാണെങ്കിലും ശരണ്യ പോകുന്നതാണെങ്കിലും സുരേഷ് ചേട്ടൻ പോയതാണെങ്കിലും എല്ലാവരും പോകുമ്പോൾ പെട്ടെന്നൊരു പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും ഞാൻ തന്നെ ബിഗ് ബോസ് കണ്ടിട്ട്. ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, അതായത് ഇന്നലെ ഹൻസിബിത്തയുടെ ബർത്ത്ഡേ ആയിരുന്നു, വിഷ് ചെയ്തായിരുന്നു? ഞാനാണ് അവളെ ആദ്യമേ അവിടെ വന്നപ്പോഴേ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞത്. അന്ന് അത് ഞാനാണ് തുറന്നത്, അലമാര തുറന്നപ്പോഴത്തേക്കും കിച്ചണിൽ വന്നപ്പോഴത്തേക്കും അപ്പോഴാണ് അവിടെ അറിഞ്ഞത്. ആക്ച്വലി വിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ് ചെയ്തു. ഹൻസിബിത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലെന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഹൻസിബിത്തയ്ക്ക് ഒരുപാട് വിഷമം തോന്നി, കാരണം അർജുനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഇട്ടത്. ആ വിഷമത്തിന് കാരണം എന്താ? ഞാൻ വീഡിയോ ആക്ച്വലി ഒന്നും കണ്ടില്ല, ഒന്നും കണ്ടില്ല ആക്ച്വലി. ഹൻസിബിത്ത അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് എനിക്ക് ഒരുപാട് സങ്കടമായി, അർജുൻ എന്തോ മീൻസ് അർജുനാണ് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത്, അത് കണ്ടപ്പോ ഭയങ്കര വിഷമം. എനിക്ക് അഞ്ചു മാത്രമല്ല വേറെ ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമിനേഷനെ പറ്റി. ഞാൻ ഗെയിം എന്നുള്ളത് അതോട് വിട്ടു, അത് ഞാൻ അത്ര എടുക്കുന്നുള്ളൂ. നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നീ അറിയാലോ, നമ്മൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ റീസൺ പറയണം. ഇത് പലരുടെയും ചോദ്യമാണ്, നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേനും റീസൺ പറയണം. അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും ഓഫ്കോഴ്സ് ഒരാൾ ഓപ്പർച്യൂണിറ്റി കളയണ്ടല്ലോ. ഞാൻ തന്നെ കുറെ കഷ്ടപ്പെടുന്നത് കയറി ഒരു സമയത്ത് വേണ്ട നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഓഫ്കോഴ്സ് ഞാൻ അവരെ നോമിനേറ്റ് ചെയ്യും. അതല്ലാതെ എനിക്ക് ഇപ്പം അൻസിബായിട്ട് എനിക്ക് അൻസിബെന്നല്ല, എനിക്ക് ഇവിടെ ആരുമായിട്ട് ഒരു പ്രശ്നമില്ല, അത്രേ ഉള്ളൂ. അല്ല ഇപ്പൊ നോമിനേറ്റ് ചെയ്തതിൽ ഇപ്പം കംപ്ലൈന്റ് ചെയ്യാൻ എനിക്ക് ഓക്കെ, അത് അവർക്ക് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തത്, എനിക്ക് ഇതുവരെ എനിക്കറിയില്ല. ഞാൻ അവിടെ കഴിഞ്ഞ് അവിടെ തന്നെ വിട്ടു. ഞാൻ അവിടെ പറയുന്ന പോലെ ഞാൻ തല കയറ്റാറില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര ചില്ലായിട്ട് ജോലി ചെയ്ത് നടക്കുന്നത്. കുറെ പേര് അവിടെ നിന്ന് എന്തൊക്കെ പറയും, ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് നീ
ഹേർട്ട് ആവത്തൊന്നുമില്ല. വേണ്ട, But still, അതങ്ങനെ വിട്ടേക്ക. അത്രേ അത്രേ ഉള്ളൂ. ഉള്ളൂ. ഈ ബിഗ് ബോസ് എന്ന് ഇന്നലെ വന്നതിന് നമ്മള് ശേഷം അൻസി വേണൽ സാരി കൊടുത്ത് എയർപോർട്ടിൽ നമ്മൾ അങ്ങനെ കളിയാക്കി ആണോ? ശരി, അതത്രേ ഉള്ളൂ. ചിലപ്പോ ഹേർട്ട് ആയത് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. hurt പക്ഷെ അത് ആവും. പലർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, എന്തായിരിക്കും, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടായിരിക്കും. പേയ്മെന്റ് ചേച്ചി പറഞ്ഞു ടിഷ്യൂ പേപ്പർ എടുക്കുന്നില്ലെന്നും പറഞ്ഞ് ഞാൻ നോമിനേറ്റ് ചെയ്തു. ഐ മീൻ ജോലിയൊന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞു. നമ്മൾ അന്നേരം നമ്മൾ ഈ സംഭവം കാണുന്നുള്ളൂ. നമുക്ക് അവിടെ ഇത്രയും ക്യാമറ നിങ്ങൾ പലതും കാണുന്നതായിരിക്കും, നമ്മുടെ പെർസ്പെക്റ്റീവ് ഇതായിരിക്കും. ആ പെർസ്പെക്റ്റീവ് ചിന്തിച്ചിട്ട് നമ്മൾ കൺഫ്യൂഷൻ റൂമിൽ അല്ലെങ്കിൽ പറയും. അത് മേ ബി ശരിയാവായിരിക്കും. എന്റെ കണ്ണിൽ അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ ശരിയായിരുന്നു. അപ്പൊ ഞാൻ നോമിനേറ്റ് ഇപ്പൊ നോമിനേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ശരി, സാറില്ല, അത് ചിലപ്പോ ഒരാളുടെ ഫീലിംഗ് ആയിരിക്കും, ഞാൻ തോന്നിയ respect ചെയ്യുന്നു. അവൾക്ക് കാര്യമായിരിക്കും. ഹേർട്ട് ആയെങ്കിൽ സാറില്ല, അതൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. ഇനി ഇഷ്ടം പോലെ സമയം. കോംപ്രമൈസ്ഡ് ആണ് ആക്ച്വലി. എനിക്കിപ്പോ അവളോട് ഒരു പ്രശ്നമില്ല. എനിക്ക് ശരി. ആരോടും പ്രശ്നമില്ല. ശരി. Behanood's presents 100 Days of Love, Arjun's Fans Festival, supported by Neethu's Academy, the best IELTS and OET institute in India.